അടുത്ത മാസം നടക്കുന്ന ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ വെള്ളിയാഴ്ച ദിവസത്തെ പരീക്ഷകളുടെ സമയത്തിൽ മാറ്റം. കുറുക്കോളി മൊയ്തീൻ്റെ സബ്മിഷന് മറുപടിയായി മന്ത്രി വി ശിവൻകുട്ടിയാണ് നിയമസഭയിൽ തീരുമാനം വ്യക്തമാക്കിയത്. ഉച്ചയ്ക്ക് 1:30 തുടങ്ങി വൈകുന്നേരം 4:15 അവസാനിക്കുന്ന തരത്തിലാണ് പരീക്ഷകൾ തീരുമാനിച്ചിരിക്കുന്നത്. 2 വെള്ളിയാഴ്ചകളിൽ പരീക്ഷയുണ്ട്. ആ ദിവസങ്ങളിൽ മാത്രം ഉച്ചയ്ക്ക് 2 മണിക്ക് തുടങ്ങി വൈകുന്നേരം 4:45 പരീക്ഷ അവസാനിക്കുന്ന തരത്തിൽ ക്രമീകരണം വരുത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പൊതുപരീക്ഷകളിൽ 2025 മാർച്ച് മാസം 3 മുതൽ 26 വരെ 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകളും മാർച്ച് 6 മുതൽ 29 വരെ 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകളും നടത്തുവാൻ പരീക്ഷാ വിജ്ഞാപനവും ടൈം ടേബിളും 2024 നവംബർ മാസം 1-ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സാർ, എല്ലാം വളരെ നേരത്തെയാണ് സാർ. 2-3 മാസങ്ങൾക്ക് മുമ്പൊക്കെ തീരുമാനിച്ച കാര്യങ്ങളാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി പരീക്ഷാ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. SSLC പരീക്ഷകളും അതുപോലെ തന്നെ സ്കൂൾ വാർഷിക പരീക്ഷകളും രാവിലത്തെ സമയക്രമത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സർ, ഈ വർഷം മുതൽ 2ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 1ാം വർഷത്തെ ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകളോടൊപ്പം നടത്തുന്നതിനാൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്തുവാൻ ആകെ 18 ദിവസങ്ങൾ വേണ്ടിവരും. സർ, മാർച്ചിലെ ചൂട് കാലാവസ്ഥയും റംസാൻ വ്രതവും ഉള്ളതിനാൽ SSLC പരീക്ഷകളും സ്കൂൾ വാർഷിക പരീക്ഷകൾ എഴുതുന്ന 9ാം ക്ലാസ് വരെയുള്ള ചെറിയ കുട്ടികൾക്കും പരീക്ഷകൾ രാവിലത്തെ സമയക്രമത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സർ, രാവിലെയാണ് സാർ ക്രമീകരിച്ചിരിക്കുന്നത്. ആയതിനാലാണ് ഹയർ സെക്കൻഡറി പരീക്ഷാ സമയം ഉച്ചയ്ക്ക് ശേഷം നിശ്ചയിച്ചത്. സർ, ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തണ്ടേ? ഉച്ചയ്ക്ക് 1:30 പരീക്ഷ ആരംഭിച്ച് 4:15 അവസാനിക്കുന്നതാണ്. ഇവിടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2 വെള്ളിയാഴ്ചകളിലുള്ള ഹയർ സെക്കൻഡറി പരീക്ഷകൾ 1:30 എന്നുള്ളത് 2 മണിക്ക് ആരംഭിച്ച് 4:45 അവസാനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു ക്രമീകരണം വരുത്താം. സർ, പൊതുപരീക്ഷകൾ മാർച്ച് മാസത്തിൽ നടത്തുന്നതിനാൽ പരീക്ഷകൾ രാവിലത്തെ സമയം ക്രമത്തിലോട്ട് മാറ്റുന്നത് മാർച്ചിൽ പരീക്ഷ അവസാനിക്കാത്ത സാഹചര്യം സംജാതമാവുകയും ഫലപ്രഖ്യാപനം നീണ്ടുപോവുകയും വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെ ബാധിക്കുകയും ചെയ്യും. സർ, ആയതിനാൽ പരീക്ഷകൾ മാറ്റണമെന്ന ആവശ്യം നിലവിൽ സാർ പരിഗണിക്കാൻ നിർവാഹമില്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങേ അറിയിക്കുകയാണ്. ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തുന്നത് 26,000-ഓളം അധ്യാപകരെയും 4.5 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെയുമാണ് ബാധിക്കുന്നത്. SSLC സ്കൂൾ പരീക്ഷ നടത്തുന്നതിന് 36 ലക്ഷത്തോളം വിദ്യാർത്ഥികളെയും 1.5 ലക്ഷത്തോളം വരുന്ന അധ്യാപകരുമാണ് ബാധിക്കുന്നത്. സാർ, അപ്പം അതുകൊണ്ട് നമുക്ക് മാർച്ച് കഴിഞ്ഞ് പോകാൻ വേണ്ടി പറ്റില്ല. അത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ ഈ അവധി കാലഘട്ടത്തിൽ പരീക്ഷ ഇട്ടു എന്നുള്ള അടുത്ത പരാതിയായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. സാർ, ഇതാണ് വളരെ ആലോചിച്ച് വളരെ ശ്രദ്ധാപൂർവമാണ് ഇതിന്റെ തീയതി ഇട്ടിട്ടുള്ളത്.